ിട്ടുണ്ട്. അപ്പൊ നിനക്കിപ്പോൾ അതാ നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലും. നിനക്ക് ഭാഗ്യമില്ല, നിനക്ക് രാജാവായിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഭാഗ്യമില്ലാത്ത നിന്നെ ഞാനിപ്പോൾ കൊല്ലും. എവിടെയാണ് നിന്റെ ആ വിഷ്ണു? നീ പറയാനുള്ള ഈശ്വരൻ ഈശ്വരൻ നീ കുറെ നേരമായി പറയുക. നിന്റെ ആ ശ്രീകരി എവിടെ ഇരിക്കുന്നത്? എല്ലായിടും ഉണ്ട്, തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, സർവത്ര എന്ന് പറഞ്ഞു. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ഈ തൂണിൽ അപ്പോൾ അപ്പോഴത്തേക്ക് നരസിംഹ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രഹ്ലാദനെ ഏത് തൂണ് ചൂണ്ടിക്കാണിക്കുന്ന അറിയില്ലല്ലോ, എല്ലാ തൂണിലും വന്നോന്നൊക്കെ ആചാര്യന്മാർ ഇങ്ങനെ തമാശക്ക് പറയില്ല. അപ്പൊ ഈ തൂണിലുണ്ടോ ചോദിച്ചു. ഈ തൂണിലുണ്ടോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ദൃശ്യതേ ഞാൻ കാണുന്നില്ലല്ലോ. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു ദൃശ്യതേ ഞാൻ കാണുന്നുണ്ടല്ലോ. പ്രഹ്ലാദൻ നോക്കുമ്പോ ഭഗവാനെ കാണില്ല. അപ്പൊ ഹിരണ്യകശിപു പോകുമ്പോ കാണുന്നില്ല. അപ്പൊ എന്നാ അങ്ങനെ ഒളിഞ്ഞിരുന്ന് നിന്നെ രക്ഷിക്കുന്നു കാണട്ടെ എന്ന് പറഞ്ഞത് ആ കയ്യിലെ പിന്നെ വാള് പിടിച്ച കൈകൊണ്ട് ഒരൊറ്റ തൂണിമേ വെച്ച് കൊടുത്തു. തൂണിമേൽ ആ ഇട്ടി കൊണ്ടതും അതിഭയങ്കരമായ അണ്ടകടാകം പൊട്ടുന്ന മാതിരി ഭയങ്കര ഒരു ശബ്ദം. ഈശമ്യ നിർഘ്രാതം അപൂർവമായിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതും എവിടുന്ന ശബ്ദം വരുന്നതെന്ന് ഒന്നും മനസ്സിലാവണ്ടേ. ഇവിടെ എല്ലാവരും തിരിഞ്ഞു നോക്കും, എവിടെ ഒന്നും കാണാനില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നിമിഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്താണ് സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷഖിലേഷു ജാത്മന അദൃശ്യത അത്ഭുതരൂപമോദ്ഗതൻ സ്തംഭേ സഭായണ്ണ മൃഗം നമാനുഷം. ബ്രഹ്മാവിന്റെ സത്യം സത്യമാക്കണം, പ്രഹ്ലാദന്റെ പിന്നെ വാക്ക് സത്യമാക്കണം. അല്ലെ, രണ്ട് സത്യം ഒന്നിച്ച് വായിക്കണം. ബ്രഹ്മാവ് എന്താ പറഞ്ഞ ബ്രഹ്മസൃഷ്ടികൾ കൊണ്ടുള്ള ഒരാളും കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, ആകാശത്ത് കൊല്ലരുത്, ഇങ്ങനെ കുറെ സത്യമുണ്ട്, അത് സത്യമാക്കണം. പിന്നെ ഭഗവാൻ എന്നെ എല്ലാവിടെയും ഉണ്ട്, തൂണിലുണ്ട്, തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മൃഗങ്ങൾ കൊല്ലരുത്, ദേവന്മാർ കൊല്ലരുതെന്ന് പറഞ്ഞു. അപ്പൊ മൃഗവുമല്ല ദേവനും അല്ലാത്ത ഒരു രൂപം എടുക്കണ്ടേ. അങ്ങനെ എല്ലാ രൂപങ്ങളും ആ സത്യം മുഴുവൻ പാലിച്ചുകൊണ്ട് ഒരു രൂപം എടുത്തു. അതങ്ങനെ അദൃശ്യത കണ്ടു. അത്യത്ഭുത രൂപം, അത്യത്ഭുതമായ ഒരു രൂപമാണ്. സാധാരണ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രൂപം. ആ തൂണിൽ നിന്ന് പുറത്തേക്ക് ഒറ്റ ചാട്ടം ചാടി. ആ ചാടിയ മൃഗം എങ്ങനെയുണ്ട്? ന മൃഗം ന മാനുഷം. അത് മൃഗവുമല്ല മനുഷ്യനുമല്ല, ഒരു പ്രത്യേക രൂപമായിരുന്നു. ആ തത്വത്തിനെ കണ്ടപ്പോഴത്തേക്ക് എന്തായി? സസക്തമേനം പരിതോ വിഭജൻ സമ്പത്യവധ്യാതന നിർജികാരം നായം മൃഗോ നാവിനോ വിചിത്രം അഗോ വിമേതൻ നിർമൃഗേന്ദ്രൂപ. ഹിരണ്യകശിപു നോക്കുമ്പോ ഇതെന്ത് ജന്തുവപ്പ? സിംഹവുമല്ല മനുഷ്യനുമല്ല. ഈ തൂണിനകത്ത് എങ്ങനെ ഇത് വന്നിരുന്നു? ഞാൻ ഈ തൂണുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ ചാടി പുറത്തേക്ക് വന്നത് എന്ന് വെച്ചാൽ അതിനെ കൊന്നേക്കാൻ പറഞ്ഞു. വാളെടുത്ത് ഹിരണ്യകശിപു നരസിംഹത്തെ നേരെ ഒരൊറ്റ ചാട്ടം ചാടി. ഭഗവാൻ ചെയ്ത് അങ്ങോട്ട് പിടിച്ചു. ആ കരാളവിധമുട്ടം കരവാളചഞ്ചല ചുരാന്തജീവം ഭൃഗുടീമുകൾ. ആ നരസിംഹത്തിൻ്റെ ദുർമിഷ്ടങ്ങളും ആ ചുവന്ന കണ്ണുകളും പിന്നെ ആ പൊങ്ങിയ ചെവികളും പിന്നെ പുക പോലത്തെ വായും പിന്നെ ആ കുറുകിയ മൂക്കും കുറുകിയ കഴുത്തും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ദേവന്മാർക്കൊക്കെ അത്ഭുതം. ഇത് എന്ത് രൂപമാണോ ഇതെന്തായിരിക്കും? അങ്ങനെ ഈ ഹിരണ്യകശിപുവിനെ പിടിക്കും. അപ്പോൾ അത് കുറച്ചു നേരം വിടും, അത് ഞാൻ തിരിച്ചിങ്ങനെ വരും. എന്തിനാണ് പറഞ്ഞ വാക്ക് സത്യാക്കണം? സന്ധ്യക്കെന്നാ പറഞ്ഞത്. സന്ധ്യ എന്ന് പറയുമ്പോൾ രാത്രിയല്ല പകലുമല്ല. അപ്പോൾ സന്ധ്യ ആവാൻ കുറച്ചുകൂടി നേരമുണ്ട്. അതുകൊണ്ട് ഈ പാമ്പെങ്ങനെ ഈ ഗരുഡൻ പാമ്പിനെ പിടിക്കുന്ന പോലെ തന്നെ ഗരുഡനെ പാമ്പിനെ കൊണ്ടുവന്ന് പിടിച്ച് കുറെ കൊത്തും, എന്നിട്ടങ്ങ് വിടും. അപ്പോൾ പാമ്പിന് ദേഷ്യം വന്ന് തിരിച്ച് ഇങ്ങോട്ട് വരും, പിന്നെയും കൊത്തും. പിന്നെ കൊണ്ടുപോയി കൊത്തിയിട്ട് കുറേ നേരം കൊണ്ടു പിന്നെ അങ്ങോട്ട് വിടും. അതുപോലെ ഒറ്റയടിക്ക് കൊല്ലില്ല ഈ ഗരുഡൻ പാമ്പിനെ. അതുപോലെ പിന്നെ ഇങ്ങോട്ട് പിടിക്കും, അങ്ങോട്ട് പിടിക്കും, ഇങ്ങോട്ട് പിടിക്കും, അത് കഴിഞ്ഞ് വിടും. പിന്നെ കുറച്ച് നേരം ഞാൻ വരും, പിന്നെ അങ്ങോട്ട് പിടിക്കും. അങ്ങനെ പിടിയും വരിയും നേരെ കഴിഞ്ഞിട്ട് ആ സമയമൊക്കെ ഏതാണ്ട് അടുത്തപ്പോൾ ഇവർ വാളും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വാളിന് ഇട്ട് തട്ട് കൊടുത്തു. ആയുധം കൊണ്ട് കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് മടിയിൽ അങ്ങോട്ട് കറുത്ത് ഇങ്ങനെ കുറെ കൈ, രണ്ട് കൈ ഒന്നും അല്ല. ഭഗവാൻ അന്നേരം കുറെ 1000 കൈ ഉണ്ടായിരുന്നു. 1000 പറഞ്ഞാൽ കുറേ നഷ്ടം. രണ്ട് കൈ ഇങ്ങനെ കൊണ്ട് മടിപ്പിടിച്ച് രണ്ട് ഇത്രയും പോകുന്ന നഖങ്ങളുണ്ട്. നല്ല പിന്നെ കുന്തമയില് കൂർത്ത നഖങ്ങൾ.